എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 4-ാമത്തെ സർഗത്തിലെ 7 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് വാൽമീകി താൻ രചിച്ച രാമായണം ഇനി ആര് പാടുമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വന്ന് 2 ബാലകന്മാർ നമസ്കരിച്ചു. 2 ഭ്രാതാക്കളാണ്, നന്നായി പാട്ടുപാടുന്നവരാണ്, കുശീലവന്മാരാണ്, അതായത് നടന കൗശലമൊക്കെ ഉള്ളവരാണെന്നൊക്കെ പറഞ്ഞു. അവർ 2 പേരും ആരായിരുന്നു എന്നുള്ള കഥകളൊക്കെയാണ് ഇന്നത്തെ കാവ്യത്തിൽ നമ്മൾ പറയാൻ പോണത്, ഇന്നത്തെ ശ്ലോകത്തിൽ പറയാൻ പോണത്. നമുക്ക് ആദ്യം 7-ാമത്തെ ശ്ലോകം നോക്കാം. കാവ്യം രാമായണം കൃത്സ്നം സീതായാശ്ചരിതം മഹത് പൗലസ്ത്യവധമിത്യേവം ചകാരചരിതവ്രത. അങ്ങനെ കഥകൾ മുഴുവനും രചിച്ചു, ഈ ബാലകന്മാരെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞുല്ലോ. അതോടൊപ്പം തന്നെ രാമായണത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് കേവലം രാമൻ്റെ കഥ മാത്രമായാൽ പോരാ. ഇവിടെ പറയാണ് കാവ്യം രാമായണം കൃത്സ്നം സീതായാ ചരിതം മഹത്. രാമായണം എന്നു പേരുള്ള മഹത്തായിട്ടുള്ളൊരു കാവ്യം വാൽമീകി രചിച്ചു. രാമൻ്റെ കഥ മാത്രമല്ല, അതിൽ ആരുടെ കഥ കൂടി ഉണ്ടായിരുന്നു? സീതായാഹ മഹത് ചരിതം. സീതയുടെ മഹത്തായിട്ടുള്ള ചരിതവും അതിൽ ഉൾപ്പെട്ടിരുന്നു. അപ്പം രാമൻ്റെ കഥ മാത്രമല്ല, അതിൽ സീതയുടെ കഥയും വിസ്തരിച്ച് തന്നെ പ്രതിപാദിച്ചിരുന്നു. സീതായാഹ മഹത് ചരിതം ച. മാത്രമല്ല പിന്നെ ആരുടെ കഥ കൂടി ഉണ്ടായിരുന്നു? പൗലസ്ത്യവധമിത്യേവം ചകാര ചരിതവ്രത. പൗലസ്ത്യൻ്റെ വധം ഉൾപ്പെടെയുള്ള കഥ. പൗലസ്ത്യൻ രാവണനാണ്. പുലസ്ത്യ അപത്യം പുമാൻ പൗലസ്ത്യ. പുലസ്ത്യ മഹർഷിയുടെ പുത്രനായിട്ടുള്ള രാവണൻ. രാവണനെ വധിക്കുന്ന കഥയും അങ്ങനെ എല്ലാ കഥകളും രചിച്ച് അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. ചകാര എന്നുള്ളത് കൊണ്ട് ബാലകന്മാരെ വാൽമീകി പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതാണ് പൗലസ്ത്യവധമിത്യേവം ചകാര ചരിതവ്രത. പൗലസ്ത്യവധം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ ബാലകന്മാരെ നന്നായിട്ട് പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് പറയണത്. എന്നിട്ട് 8-ാമത്തെ ശ്ലോകം നോക്കാം. പാഠ്യേ ഗേയേ ച മധുരം പ്രമാണൈസ്ത്രിഭിരന്വിതം ജാതിഭിः സപ്തഭിർയുക്തം തന്ത്രീലയ സമന്വിതം. 9 കൂടി അതിനെ ചേർത്ത് വായിക്കാം. രസൈ ശൃംഗാര കരുണഹാസ്യ രൗദ്രഭയാനകൈഃ വീരാദിഭീരസൈർയുക്തം കാവ്യമേതദഗായതാം. അങ്ങനെ പാഠ്യേ ഗേയേ ച മധുരം. ഈ കാവ്യം ഉണ്ടല്ലോ രാമായണം, അത് എങ്ങനെ കേട്ടാലും വളരെയധികം മധുരമാണ്. അതാണ് പാഠ്യേ, അവരവർ ചൊല്ലുമ്പോഴും പാരായണം ചെയ്യുമ്പോഴും, ഗേയേ വേറൊരാൾ ചൊല്ലിക്കേൾക്കുമ്പോഴും എങ്ങനെയുള്ളതായിരുന്നു ഇത്? മധുരം, വളരെ മധുരമായിരുന്നു. മാത്രമല്ല പ്രമാണൈഹി ത്രിഭിഹി പ്രമാണൈഹി അന്വിതം. 3 പ്രമാണങ്ങളെന്ന് വെച്ചാൽ കാലപ്രമാണങ്ങൾ, താളങ്ങൾ എന്നാണ് വ്യാഖ്യാനത്തിൽ അർത്ഥം കൊടുത്തിരിക്കുന്നത്. പലതരത്തിലുള്ള താളങ്ങളോട് യോജിച്ചതായിരുന്നു. പാടാനുള്ളതാണ്, പാട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ താളത്തിൻ്റെ പലതരത്തിലുള്ള മിശ്രണങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് രാമായണത്തിൻ്റെ സ്വഭാവം എന്നാണ് ഇവിടെ വാൽമീകി പറയണത്. അതാണ് പ്രമാണൈഹി ത്രിഭിഹി പ്രമാണൈഹി അന്വിതം. അതായത് 3 കാലങ്ങൾ, ഏറ്റവും പതിഞ്ഞ കാലം, അത് കഴിഞ്ഞിട്ടുള്ള ഒരു മധ്യകാലം, പിന്നെ ഏറ്റവും വേഗതയേറിയിട്ടുള്ള അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു കാലം. അപ്പോൾ 3 കാലങ്ങൾ, വളരെ പതുക്കെ പാടുന്നത്, മധ്യലയത്തിൽ പാടുന്നത്, ഏറ്റവും വർദ്ധിച്ച വേഗതയോട് കൂടിയിട്ടുള്ള അങ്ങനെയുള്ള ഒരു ലയത്തിൽ പാടുന്ന രീതിയിലൊക്കെ പാടാവുന്ന രീതിയിലാണ് രാമായണ കഥ വാൽമീകി മഹർഷി രചിച്ച് ആ ബാലകന്മാർക്ക് കൊടുത്തത്. ഇനി അത് കഴിഞ്ഞിട്ട് അതിലെന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. പലതരത്തിലുള്ള താളങ്ങളുണ്ട്, ജാതികളുണ്ട്, ജാതിഭി സപ്തഭി 7 തരത്തിലുള്ള ജാതികളെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ജാതികളെ. ഇന്നത്തെ രാഗത്തിൻ്റെ പൂർവികമായിട്ടുള്ള രൂപമാണത്രേ ജാതി എന്ന് പറയുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ഷഡ്ജ പഞ്ചമം തുടങ്ങിയിട്ടുള്ളതായിട്ടുള്ള പലതരത്തിലുള്ള ജാതികൾ പണ്ടത്തെ കാലത്തെ സംഗീതത്തിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള ഭാഗങ്ങളാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ജാതികളൊക്കെ കൂട്ടിച്ചേർത്ത് കൊണ്ട് തന്നെയാണ് രാമായണ കാവ്യം രചിച്ചത് എന്നാണ് പറയണത്. അതായത് വെറും കാവ്യം എന്നുള്ള നിലയ്ക്കല്ല, പാടി രസിക്കാനുള്ള ചില സാധ്യതകൾ കൂടി അതിൽ കാണാൻ പറ്റിയിരുന്നു. അതുകൊണ്ടാണ് താളങ്ങൾ വ്യത്യസ്തമായിട്ട് വന്നത്, രാഗങ്ങൾ അഥവാ ജാതികൾ വ്യത്യസ്തമായിട്ടൊക്കെ വന്നത്. ജാതിഭി സപ്തഭിർയുക്തം. മാത്രമല്ല തന്ത്രീലയ സമന്വിതം. കേൾക്കുമ്പോൾ ഒരു വീണ വായിക്കുന്നത് പോലെ, തന്ത്രീവാദ്യങ്ങളുടെ ശബ്ദം കേൾക്കുന്നത് പോലെ അത്രയ്ക്ക് സുഖകരമായിട്ടുള്ളൊരു
ഗീതമാണ്, രാമായണ ഗീതമാണ്. സംഗീതമൊക്കെ കൊടുത്തതിന് ശേഷം ജനങ്ങൾക്ക്, ഋഷിമാർക്കായാലും രാജാക്കന്മാർക്കൊക്കെ ആയാലും കേൾക്കാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും ഘടകങ്ങൾ അതിൽ ചേർത്തു പറയുന്നത്. താളുണ്ടായിരുന്നു, ജാതി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് കേവലം ഒരു ശ്ലോകമോ വെറുതെ വരികളായിട്ട് വായിക്കാനുള്ളതല്ല, സംഗീതം ചേർത്ത് പാരായണം ചെയ്യേണ്ടതാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് അതിലെല്ലാ തരത്തിലുള്ള രസങ്ങളുണ്ടായിരുന്നു എന്ന് പറയുകയാണ് 9ാമത്തെ ശ്ലോകം. നോക്കൂ. രസൈ ശൃംഗാരകരുണഹാസ്യ രൗദ്രഭയാനകൈ വീരാതിഭീരസൈർയുക്തം കാവ്യമേതദഗായതാം. അങ്ങനെ ആ കുട്ടികൾ വളരെ ഭംഗിയായിട്ട് പാട്ടുപാടി കാവ്യം ആലപിച്ചു. കാവ്യം ഏതത് അഗായതാം, അഗായത് അഗായതാം അഗായൻ. അഗായതാം എന്ന് പറഞ്ഞാൽ ദ്വിവചനാണ്, ലങ്ങ ദ്വിവചനം. 2 കുട്ടികളും വളരെ ഭംഗിയായിട്ട് പാടി. എങ്ങനെയൊക്കെ? അതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ശൃംഗാര കരുണ ഹാസ്യ രൗദ്ര ഭയാനകൈഹി രസൈഹി യുക്തം. ശൃംഗാരം, കരുണം, ഹാസ്യം, രൗദ്രം, ഭയാനകം തുടങ്ങിയിട്ടുള്ളതായ രസങ്ങളോടുകൂടി ചേർന്നത്. വീരാതിഭീഹി, വീരം അതുണ്ട്. അത് 2ാമത്തെ വരിയിൽ 3ാമത്തെ വരിയിലാണ് പറയണതെങ്കിലും ആ രസമുണ്ട്. അപ്പോൾ ശൃംഗാരം മുതലായിട്ടുള്ള നവരസങ്ങളും അതിൽ വന്നിട്ടുണ്ട്. വീരാതിഭി രസൈഹി യുക്തം, അങ്ങനെയുള്ളതായ ഏതത് കാവ്യം അഗായതാം. അങ്ങനെ വളരെ രസകരമായിട്ട് പാടി ഫലിപ്പിക്കാവുന്ന, സംഗീതം ചേർത്താലൊക്കെ നല്ല ചേർച്ചയുള്ളതായിട്ടുള്ള ആ കാവ്യം അവർ പഠിച്ചെടുത്ത് ഉറക്കെ പാടാൻ തുടങ്ങി. ആരാണ് പഠിച്ചെടുത്തത്? കുശീലവന്മാർ, ശ്രീരാമൻ്റെയും സീതയുടെയും മക്കളായിട്ടുള്ള ലവകുശന്മാർ എന്നർത്ഥം. അവരത് പാടാൻ തുടങ്ങി. എന്നിട്ട് തൗതുഗാന്ധർവതത്വജ്ഞൗ സ്ഥാനമൂർച്ഛന കോവിദൗ ഭ്രാതരൗ സ്വരസമ്പന്നൗ ഗന്ധർവാവിവരൂപിണൗ. അടുത്തത് ആ ബാലകന്മാരുടെ പ്രത്യേകതയെ പറ്റിയിട്ട് പറയാണ്. തൗതു, ആ സഹോദരങ്ങളാകട്ടെ ഗാന്ധർവ തത്വജ്ഞവും, ഗാന്ധർവത്തിൻ്റെ തത്വം മുഴുവനും മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. ഗാന്ധർവവേദം എന്ന് പറഞ്ഞാൽ സംഗീതശാസ്ത്രമാണ്. സംഗീതശാസ്ത്രത്തെ പറ്റിയിട്ട് നന്നായി മനസ്സിലാക്കിയിട്ടുള്ളവർ, അതിൻ്റെ ശാസ്ത്രം മുഴുവനും അരച്ചു കലക്കി പഠിച്ചിട്ടുള്ളവരാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഗാന്ധർവ തത്വജ്ഞവും, ആ 2 ബാലകന്മാരും ഗാന്ധർവ തത്വജ്ഞന്മാരായിരുന്നു. പാട്ട് എങ്ങനെ പാടണം, എങ്ങനെ പാടിയാലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുക തുടങ്ങിയിട്ടുള്ള എല്ലാ സവിശേഷതകളും എല്ലാ ടെക്നിക്കുകളും മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരായിരുന്നു. അതുപോലെ തന്നെ സ്ഥാന മൂർച്ഛന കോവിദൗ, അവർ സ്വരസ്ഥാനങ്ങളെ പറ്റിയിട്ടും അതുപോലെ ആരോഹണ അവരോഹണങ്ങളെ പറ്റിയിട്ടും സ്വരത്തിൻ്റെ ആ ആലാപനത്തിനെ പറ്റിയിട്ടും സ്വരഛായ വരുത്തുന്നതിനെ പറ്റിയിട്ടുമൊക്കെ നല്ല പണ്ഡിതന്മാരായിരുന്നു. അതാണ് സ്ഥാന മൂർച്ഛന കോവിദൗ. ആ 2 ബാലകന്മാർ സംഗീതത്തിൻ്റെ കാര്യത്തിൽ അദ്വിതീയന്മാരായിരുന്നു എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്തു? ആ ഭ്രാതാക്കന്മാർ സ്വരസമ്പന്നന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ കണ്ടാൽ എന്ത് തോന്നിയിരുന്നു? ഗന്ധർവാവിവരൂപിണവും. അവർ പാട്ടിൻ്റെ കാര്യത്തിൽ ഗന്ധർവന്മാർ തന്നെയാണ്, രൂപം കൊണ്ടും ഗന്ധർവന്മാരെ പോലെ അതിസുന്ദരന്മാരായിരുന്നു. പാട്ടുപാടി അവർ ശരീരത്തിൻ്റെ മഹിമ കൊണ്ട ആൾക്കാരെ തങ്ങളിലേക്ക് ആകർഷിക്കുമായിരുന്നു. അതുപോലെ തന്നെ അവരുടെ രൂപവും സുന്ദരമായിരുന്നു. സ്വരസമ്പന്നവും ഭ്രാതരവും ഗന്ധർവാവിവരൂപിണവും, ഗന്ധർവന്മാരുടെ രൂപം ധരിച്ചിട്ടുള്ളവർ, ഗന്ധർവന്മാരെ പോലെ ഇരിക്കുന്ന അതിസുന്ദരന്മാരായിട്ടുള്ള 2 ബാലകന്മാരുമായിരുന്നു. മാത്രമല്ല അവർ ആരെ പോലെയാണ് ഇരുന്നിരുന്നത് എന്ന് ഒന്നുകൂടി 11ാമത്തെ ശ്ലോകത്തിൽ പറയാണ്. രൂപലക്ഷണ സമ്പന്നൗ മധുരസ്വരഭാഷിണൗ ബിംബാദിവോത്ഥിതൗ ബിംബൗ രാമദേഹാത്തഥാപരൗ. അവർ രൂപലക്ഷണ സമ്പന്നൗ, അവർ 2 പേരും രൂപത്തിൻ്റെ ലക്ഷണം, അതായത് ഒരു രാജകുമാരന്മാരെ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ സകല രൂപഗുണങ്ങളും അവരിലുണ്ടായിരുന്നു. ആ പ്രൗഢിയും തേജസ്സും ഗാംഭീര്യവും ഒക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല മധുരസ്വരവും അവരുടെ കൂട്ടത്തിൽ അവർക്ക് കൈമുതലായിരുന്നു. മധുരസ്വരം എന്നുള്ളത് കൊണ്ട് പാട്ടുപാടി ആകർഷിക്കത്തക്കതായിട്ടുള്ള നല്ല സുന്ദരമായിട്ടുള്ള ശാരീരം അത് അവർക്കുണ്ടായിരുന്നു. അതാണ് മധുരസ്വര ഭാഷിണവും. വർത്തമാനം പറയുമ്പോൾ വരെ നല്ല രസകരമായിട്ടുള്ള ഭാഷ അല്ലെങ്കിൽ രസകരമായിട്ടുള്ള ശബ്ദമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അങ്ങനെയുള്ള അവരുടെ പാട്ടിനെ പറ്റി പറയാനുണ്ടോ? അതിസുന്ദരമായിട്ട് പാട്ടുപാടാൻ കഴിവുള്ളവരും. മാത്രമല്ല കണ്ടാൽ എങ്ങനെയായിരുന്നു? ബിംബാദിബോധിതവും ബിംബവും ഇവ, ഒരു ബിംബത്തിൻ്റെ രൂപത്തിലുണ്ടാക്കിയ 2 ബിംബങ്ങളെ പോലെ, അതായത് ബിംബങ്ങളുടെ പകർപ്പ് പോലെ, ബിംബത്തിൻ്റെ പകർപ്പ് പോലെ. ശ്രീരാമൻ എന്ന് പറഞ്ഞ വലിയൊരു ബിംബത്തിൻ്റെ
രണ്ട് പകർപ്പെന്നതുപോലെ രണ്ട് ശ്രീരാമന്മാരെ, കുട്ടി ശ്രീരാമന്മാരെ ആയിട്ട് ആ ബാലകന്മാർ ശോഭിച്ചു. അതാണ് രാമദേഹാത് തഥാപരവും, രാമൻ്റെ ദേഹത്തിൽ നിന്ന് രൂപം പൂണ്ടവരായ രണ്ട് രാമന്മാരെ എന്ന പോലെ. ബിംബം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ബിംബമല്ല, കണ്ണാടി. അതായത് നമ്മുടെ രൂപത്തിൽ നിന്ന് എങ്ങനെയാണോ കണ്ണാടി വെച്ചാൽ അതേപോലെ തന്നെ പ്രതിബിംബം ഉണ്ടാവുന്നത്, അതേപോലെ രണ്ട് ബാലകന്മാർ, ഒരേ ഛായ, ഒരേ സ്വഭാവം, കണ്ടാലും കേട്ടാലും കൊണ്ടാലും ഒക്കെ ഒരേ മട്ട് ശ്രീരാമനെ പോലെ തന്നെ ഇരിക്കുന്നവരായിട്ടുള്ള രണ്ട് ബാലകന്മാരായിരുന്നു അവർ. അതീവ വിദഗ്ധന്മാരും ശ്രേഷ്ഠന്മാരുമായിട്ടുള്ള രണ്ട് ബാലകന്മാരെല്ലാം പഠിച്ചെടുത്തിരുന്നു. എന്നിട്ടോ തൗ രാജപുത്രൗ കാർസ്യേന ധർമ്മ്യമാഖ്യാനമുത്തമം വാചോ വിധേയം തത്സർവം കൃത്വാ കാവ്യമനിന്ദിതൗ ഋഷീണാം ച ദ്വിജാതീനാം സാധൂനാം ച സമാഗമേ യഥോപദേശം തത്വജ്ഞൗ ജഗതുസ്സു സമാഹിതൗ. ആ രണ്ട് കുമാരന്മാർ, തൗ രാജപുത്രൗ, ആ രണ്ട് രാജകുമാരന്മാർ, കാർസ്യേന, പരിപൂർണമായിട്ട് എന്താണോ കവി പഠിപ്പിച്ചു കൊടുത്തത്, വാൽമീകി പഠിപ്പിച്ചു കൊടുത്തത്, അത് സമ്പൂർണമായിട്ട് തന്നെ ധർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്നതായിട്ടുള്ള ഉത്തമം ആഖ്യാനം, ഏറ്റവും സുന്ദരമായിട്ടുള്ള ആ കഥ, ശ്രീരാമൻ്റെ കഥ പഠിച്ചെടുക്കുകയാണെന്നാണ് പറയണത്. തത്സർവം കാവ്യം, ആ ഉത്തമമായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള ആ കാവ്യം, അനിന്ദിതവും, ആരാലും നിന്ദിക്കപ്പെടാത്തവരായിട്ടുള്ള ആ ബാലകന്മാർ രണ്ടുപേരും എന്ത് ചെയ്തു? വാചോ വിധേയം കൃത്വ, അവരുടെ വാക്കുകൾക്ക് വിധേയമാക്കി വെച്ചിട്ട്, അതായത് അത് മുഴുവനും കാണാപാഠം പഠിച്ചു. വാൽമീകി എങ്ങനെയാണോ പഠിപ്പിച്ചു കൊടുത്തത് അത് മുഴുവനും തന്നെ രണ്ട് ബാലകന്മാരും താന്താങ്ങളുടെ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തു, മുഴുവനും പഠിച്ചെടുത്തു. അതാണ് വാചോ വിധേയം തത്സർവം കൃത്വ, തങ്ങളുടെ വാക്കുകൾക്ക് വിധേയമാക്കി ചെയ്തു ആ രാമായണ കഥയെ മുഴുവനും തന്നെ. എന്നിട്ട് ഒരിക്കലത് എല്ലാവരുടെ മുമ്പിലും വച്ചും പാടി എന്നാണ് 13ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ഋഷീണാം ദ്വിജാതീനാം സാധൂനാം ച സമാഗമേ, ഋഷിമാരുടെയും ദ്വിജാതികൾ, ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര് തുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ, സജ്ജനങ്ങളുടെ, അതുപോലെ തന്നെ ഋഷിവര്യന്മാരുടെയൊക്കെ, താപസന്മാരുടെയൊക്കെ സമാഗമത്തിൽ. അതാണ് ഋഷീണാം ദ്വിജാതീനാം സാധൂനാം ച, സാധുക്കൾ, നല്ല ജനങ്ങൾ, സജ്ജനങ്ങൾ എല്ലാവരും കൂട്ടം കൂടിയിരുന്ന ഒരു സഭാമധ്യത്തിൽ വെച്ച് സമാഗമേ അവരെന്ത് ചെയ്തു? സുസമാഹിതൗ തത്വജ്ഞൗ യഥോപദേശം ജഗതു. സുസമാഹിതൗ, നല്ല ശ്രദ്ധയോടുകൂടിയവരായ ആ രണ്ട് ബാലകന്മാർ വളരെ ശ്രദ്ധിച്ച് തന്നെ ആ പഠിച്ച പാട്ട് ഒരു തെറ്റും കൂടാതെ ചൊല്ലണമല്ലോ. വേദമൊക്കെ അങ്ങനെയാണ്, കേട്ട് പഠിച്ച വേദങ്ങൾ മുഴുവനും ചൊല്ലി ഒന്നും കൂടി ഉറപ്പിക്കുകയാണ് ചെയ്യുക. അതിന് എഴുതി പഠിക്കുകയല്ല, ചൊല്ലി പഠിക്കുക ചെയ്യുക. അതുപോലെ തന്നെയായിരുന്നു ഈ രണ്ട് ബാലകന്മാരും. രാജപുത്രന്മാരായിട്ടുള്ള കുശനും ലവനും കാവ്യങ്ങൾ കാണാപാഠം പഠിച്ച് എല്ലാവരുടെ മുമ്പിൽ വെച്ച്, ഋഷീശ്വരന്മാരുടെയും അതുപോലെ തന്നെ ബ്രാഹ്മണാദികളുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് സഭാമധ്യത്തിൽ വെച്ച് ചൊല്ലി. യഥോപദേശം ജഗതു, ജഗതു എന്ന് പറഞ്ഞാൽ പാട്ടിൻ്റെ രൂപത്തിൽ പാടി, ഗാനം ചെയ്തു എന്നർത്ഥം. അപ്പോൾ രാമായണം കേവലം കാവ്യം മാത്രമല്ല, പാടാനുള്ള ഒരു അതിനുള്ള ഒരു കഴിവ് കൂടി, പാടിയെടുക്കാനുള്ള ഒരു മേന്മ കൂടി, ഒരു പദ്ധതി കൂടി, അല്ലെങ്കിൽ അതിനൊരു സ്കോപ്പ് കൂടി ഉണ്ട്, പ്രസക്തിയുണ്ട് എന്നാണ് ഇവിടെ പറയണത്. അങ്ങനെ നല്ല ആകർഷകമായിട്ടുള്ള ശബ്ദത്തോടു കൂടിയ ബാലകന്മാർ രണ്ടുപേരും ആ രാമായണ കഥ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് പാടുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ശ്ലോകങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് പഠിച്ചതൊന്നുകൂടി ചൊല്ലി നോക്കാം. കാവ്യം രാമായണം കൃത്സ്നം സീതായാശ്ചരിതം മഹത് പൗലസ്ത്യവധമിത്യേവം ചകാരചരിതവ്രത പാഠ്യേ ഗേയേ ച മധുരം പ്രമാണൈസ്ത്രിഭിരന്വിതം ജാതിഭിः സപ്തഭിർയുക്തം തന്ത്രീലയസമന്വിതം രസൈः ശൃംഗാരകരുണഹാസ്യരൗദ്രഭയാനകൈः വീരാദിഭീരസൈർയുക്തം കാവ്യമേതദഗായതാം തൗ തു ഗാന്ധർവതത്വജ്ഞൗ സ്ഥാനമൂർച്ഛനകോവിദൗ ഭ്രാതരൗ സ്വരസമ്പന്നൗ ഗന്ധർവാവിവരൂപിണൗ രൂപലക്ഷണസമ്പന്നൗ മധുരസ്വരഭാഷിണൗ ബിംബാദിവോത്ഥിതൗ ബിംബൗ രാമദേഹാത് തഥാപരൗ തൗ രാജപുത്രൗ കാർസ്ന്യേന ധർമ്മ്യമാഖ്യാനമുത്തമം വാചോ വിധേയം തത്സർവം കൃത്വാ കാവ്യമനിന്ദിതൗ ഋഷീണാം ച ദ്വിജാതീനാം സാധൂനാം ച സമാഗമേ യഥോപദേശം തത്വജ്ഞൗ ജഗതുസ്സു സമാഹിതൗ.
ഇവിടെ യഥോപദേശം എന്ന് പറയുന്നുണ്ട്. വാൽമീകി എപ്രകാരമാണോ ആ ബാലകന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തത് അപ്രകാരം, അതിൽ നിന്ന് അല്പം പോലും കടുകിട പോലും മാറാതെ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തന്ത്രീലയ സമന്വിതമായിരുന്നു രാമായണ കഥ. ഒരു വാദ്യവിശേഷം വായിക്കുന്നത് പോലെ അത്രയ്ക്ക് രസകരമായിട്ടുള്ള പദങ്ങളും അക്ഷരങ്ങളും ഒക്കെ ചേർന്നിരിക്കുന്നതായ, ഒരു പാട്ട് പാടുന്നത് പോലെ സുന്ദരമായിട്ടുള്ള ഒരു കാവ്യമാണ് രാമായണം എന്നുകൂടി ഇവിടെ ഉറപ്പിച്ചു പറയാൻ കവി ഉത്സാഹിക്കുന്നുണ്ട്. സുന്ദരമായിട്ടുള്ള ഈ ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.